ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ മടിയായിരുന്നു കേട്ടോ ആ വീഡിയോ ചെയ്യാനും. ഒന്നിനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. നമുക്ക് എല്ലാ സമയം ഒരുപോലെ ആയിരിക്കില്ല. അങ്ങനെ ഒരു ടൈമാണ് കേട്ടോ കടന്നുകൊണ്ടിരിക്കുന്നതും. എന്നാലും കുറേ അങ്ങ് ഡിലേ ആയിക്കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ ഇട്ടാൽ ശരിയാവില്ല. അങ്ങനെ നല്ലൊരു ബോധമുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എടുത്തു വെച്ച് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മൂഡ് കിട്ടിയില്ല. അതുകൊണ്ടാട്ടോ ഡിലേ ആയിപ്പോയത്. സോറി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാനിത് ആ ചായൻ്റെ പണിയൊക്കെ നോക്കല. ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ചപ്പാത്തി വെജിറ്റബിൾ കുറുമ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മക്കൾ എഴുന്നേറ്റിട്ടുണ്ട്. അവരെല്ലാം ഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചായ ജഗ് ഞാൻ പുതുതായിട്ട് വാങ്ങിയതാണ്. സ്റ്റീലിൻ്റെ തന്നെ. ഇത് ഡയറക്റ്റ് അങ്ങനെ സ്റ്റൗവിലേക്ക് വെക്കാം. പക്ഷേ ഞാൻ പാൽ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് കറിയും കാര്യങ്ങളൊക്കെ പിടിക്കും. കട്ടൻ ചായ ആണെങ്കിൽ അത്ര കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഇതിങ്ങനെ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വാങ്ങിയതാണ്. അപ്പോൾ ഇടയ്ക്ക് കട്ടൻ ചായ ആണെങ്കിൽ ഞാൻ വെക്കോട്ടെ. അതിന് സെൻട്രലായിട്ട് ഒരു അരിപ്പയൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് എടുത്ത് മാറ്റിയതാണ്. ഇപ്പം ജഗ് പോലെ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കപ്പും അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയതാണ്. ഈ കപ്പിനോട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ വെറൈറ്റി കപ്പെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ കപ്പെല്ലാം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഞാൻ പോകും. അപ്പോൾ വാങ്ങിയില്ലെങ്കിൽ അതങ്ങനെ എടുത്ത് നോക്കും, അതിൻ്റെ ഭംഗി ആസ്വദിക്കും. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ചിലതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങും. അങ്ങനെ വാങ്ങിയതാണ്. ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതിലാട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ ബഷ്ക്ക് അവിടെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ചായ കുടിക്കട്ടെ. അപ്പോൾ തലേദിവസം വാങ്ങിയിട്ടുള്ള അലുവ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ അവിടെ മാവ് കുഴച്ച് വെച്ചു. പിന്നെ ഒന്ന് മുറ്റടിക്കലെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വേഗം ചപ്പാത്തി പരത്തി കേട്ടോ. ആ സമയത്ത് മോന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അവന് ഫോണിൽ എന്തോ നോക്കാണ്ടെന്നിട്ട് അവൻ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാനിതവിടെ ഇപ്പുറം കറി ഉണ്ടാക്കുന്നുണ്ട്. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം സവാള വഴറ്റി, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചതും കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനവിടെ കുക്കർ അടച്ച് വെക്കട്ടെ. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കറിയാകുമ്പോൾ തിളക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അപ്പോൾ അത് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. മക്കൾ വന്ന് കഴിക്കുന്നുണ്ട്. അവർ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് ഒരാളായിട്ട് വന്നിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ അത് ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട്. ബഷ്ക്ക് പോയി, പിന്നെ മക്കളും പോയി. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിനുശേഷം ഇനി ഫാത്തിനെ ഒന്ന് കൊണ്ടുവിടണം. അപ്പോൾ അവൾക്ക് തലേദിവസം ഉണ്ടാക്കിയ നെയ്ച്ചോറുണ്ട്, അതാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അവളെ വേഗം കൊണ്ടുവിടണം. അതിന് മുന്നേ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണികളൊക്കെ നമ്മൾ തീർക്കാൻ നോക്കുക. ഫോണ് നോക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പണിയെല്ലാം അവിടെ ബാക്കിയാവും. ഫോൺ നമ്മൾ വേണമെങ്കിൽ മാടി വിളിക്കും, എന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സോഫ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇരിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിന്നിട്ട് കുറച്ച് ഒരു മണിക്കൂർ വിട്ട് നിന്ന് നോക്കിയാൽ നമ്മൾ പണിയില്ല പെട്ടെന്ന് ടപ്പേന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് പുറത്തേക്ക് ഇറങ്ങിയതാണേ. ഇവിടെ ഈ ഒരു ചെടിയുണ്ട്. ഇത് ഇങ്ങനെ ഈ ഒരു ചട്ടി ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ നട്ടതാണ്. അപ്പോൾ അതുപോലെ ആവുന്നുണ്ട്. ആയിക്കഴിഞ്ഞാൽ അത് ചിലപ്പം ഇൻഡോറിലേക്ക് മാറ്റും. ഇൻഡോറിലും വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണേ. അപ്പോൾ നമ്മൾ തക്കാളി വഴുതിനൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തക്കാളി ചെടി ഇത്ര പോരായിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകുന്ന സമയത്ത് കിച്ചൺ വേസ്റ്റ് എല്ലാം ഒന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്തായിരുന്നു പുറത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയ ഒന്ന് അടിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫാത്തിനെ ഒന്ന് വേഗം കൊണ്ടുവിടട്ടെ. അവളെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് വേണം ഉച്ചക്കേക്കുള്ള ലഞ്ച് റെഡിയാക്കാൻ. ഇന്നിപ്പം
മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയിലേക്കും കൂടിയുള്ള കറിയാണ് ഉണ്ടാക്കേണ്ടത്. അയിലയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പത്തലിൻ്റെ കൂടെയൊക്കെ അത് തന്നെ മതി രാത്രിയിലേക്ക്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കറി റെഡിയാക്കട്ടെ. അപ്പോൾ ഇത് മീനിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് അതാ ഇവിടുന്ന് മാന് വല്ലാണ്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അതാ അവൻ്റെ ഒരു ശത്രുവും കൂടിയുണ്ട്. അപ്പോൾ മീൻ കട്ട് ചെയ്ത ശേഷം ഞാൻ മാനൊന്ന് കൊടുത്തിട്ടുണ്ട്. മറ്റാളും വന്നിട്ട് എങ്ങനെ ജസ്റ്റ് മണപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേഗം ഒന്ന് കറി ഉണ്ടാക്കണം, ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിക്കേക്കും കൂടി ഉള്ളത് ഒന്നിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം ബാക്കിയായിരിക്കും. അപ്പം ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ അവിടെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇലയില്ലേ, ഈ ഒരു എന്താ പറയുക ചീര ഇലക്കറിയിൽ പെടുന്നതാണ്. ഇപ്പം അടുത്ത് ഞാൻ നട്ടതായിരുന്നു. ഇതിൻ്റെ പേരെന്തുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ടും ഞാനൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ചെറിയൊരു കട്ടുണ്ട്. ഇത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് പാല് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ അവിടെ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ കറി റെഡിയാക്കാൻ വേണ്ടി അപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ചോറും ഒന്ന് തിളപ്പിച്ചിട്ട് വാർക്കണം. നേരത്തെ അരി ഇട്ടതായിരുന്നു. അപ്പോൾ ഇലക്കറി റെഡിയാക്കാൻ വേണ്ടി ഞാൻ അവിടെ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഊറ്റിയെടുക്കട്ടെ. ഇപ്പോൾ മീൻകറി റെഡിയാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുക. ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ ഈ ഒരു ഇല റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ചൊരു വേവുള്ള ഇലക്കറിയാണ്. അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കറി. അപ്പോൾ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളകും മല്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കുക. മുളകും മല്ലി ചേർത്ത് കൊടുത്ത് അരക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. അപ്പം അതും പിന്നെ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. നമ്മളൊരു ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അതിലേക്കൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ കടുകും വറ്റൽമുളകും ഇട്ടിട്ട് അങ്ങനെ അതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഈ ഒരു ഫ്രൈ പാനിൽ തന്നെ മീനും കൂടി ഫ്രൈ ചെയ്യുക. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വറവിടേണ്ട സംഭവം ഉണ്ടാകും. ആദ്യം വറവിട്ട് കഴിഞ്ഞിട്ട് അതേ ചട്ടിയിൽ തന്നെ ഫ്രൈ ചെയ്തും കൂടി എടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് പാത്രം നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എല്ലാ പാത്രവും ഒരുപോലെ വൃത്തികേടാവില്ല. അപ്പം മീൻ ഫ്രൈ ചെയ്യുമ്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ വെളുത്തുള്ളിയും കൂടി ഇടുന്നതാണ്. വെളുത്തുള്ളിക്ക് തീ വിലയല്ലേ, അതുകൊണ്ട് വെളുത്തുള്ളി ഒഴിവാക്കി. അങ്ങനെ കറി റെഡിയായി, വറവ് റെഡിയായി, മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഇനിയിപ്പോൾ എനിക്ക് ക്ലീനിങ് ആണുള്ളത്. അകത്തൊക്കെ ഒന്ന് അടിച്ചു വരണം. അതിന് മുന്നേ ഞാൻ ചവിട്ടിയൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെയിലത്തിട്ടിട്ട്, നല്ല വെയിലല്ലേ, അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ അതൊന്ന് കഴുകിയിട്ടെ. അപ്പോൾ രാവിലെ ഞാൻ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തുണികളൊക്കെ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാനത് അകത്തേക്ക് കയറി അകത്തെ ക്ലീനിങ് ഒക്കെ ഇനി തുടങ്ങണം. അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ട് ഇന്ന്. അപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വിരിച്ചിടല. ഒന്ന് മൊത്തത്തിലൊന്ന് കൊട്ടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട് കാണുമ്പോൾ നല്ലൊരു സമാധാനമാണ്. പെട്ടെന്ന് പണികളൊക്കെ ഒന്ന് തീർന്നതായിട്ട് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിച്ച് ക്ലിയർ ആക്കിയിടുക. സോഫയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് അടിച്ചു വരല. അപ്പോൾ ഈ ടേബിളിൻ്റെ മുകളിലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. രാവിലെ പോകുന്നതിനിടക്ക് എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം മൊത്തത്തിൽ അടിച്ചു വാരി തുടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തുടക്കില്ല, 1-2 ദിവസങ്ങളിലാണ് ഞാൻ മിക്കവാറും തുടക്കാറുള്ളത്. അപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്തില്ലേ, നമ്മൾ എല്ലാ ദിവസവും ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം ചെയ്യാണെന്ന് നമ്മൾ വല്ലാണ്ട് ടയർഡാവും, ടൈം ഉണ്ടാവില്ല. നമ്മളെ പണികളൊക്കെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവും. നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യാനുള്ള അടിച്ചു വാരലും പാത്രം കഴുകലും തുടക്കലും ഒക്കെ ചെയ്ത ശേഷം നമ്മൾ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യം, അന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പിന്നീട് ചെയ്യുക. നമ്മൾ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മടുപ്പുണ്ടാവില്ല. ഫുഡും കൂടി റെഡിയാക്കിയാൽ പിന്നെ നമുക്കൊന്നും പ്രശ്നമില്ല. നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. നമ്മളെന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ടയർഡാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ മൈക്രോ ഫൈബറിൻ്റെ ആ ഗ്ലൗസിലെ ക്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങി അത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അതിൽ കുറച്ച് ലിക്വിഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ എപ്പോഴും
കുക്ക് ചെയ്യുമ്പം ചിലപ്പം കറികളോ ചായയോ വെള്ളമൊക്കെ വീഴുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഫ്ലോറും കൂടി ക്ലീൻ ചെയ്ത ശേഷം ഞാനതാ കുളിക്കാൻ വേണ്ടി റെഡിയാവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത ദിവസം ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ നമ്മൾക്ക്. ഞാനിപ്പോൾ നോട്ട് ചെയ്ത കാര്യം ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയൊന്നും ആയിരിക്കില്ല, പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ പിന്നെ കുറേ സമയം എനിക്ക് ബാക്കിയുണ്ട്. ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാനുണ്ട്, അതൊക്കെ കാണുക. പിന്നെ അതാ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചാലും കുറേ ടൈം ബാക്കിയുണ്ട്. ഇന്നിപ്പോൾ അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അതിന് വേണ്ടിയിട്ട് കേക്ക് ഞാൻ തലേ ദിവസം റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ ചിലപ്പം തയ്ക്കാനുണ്ടാവും, എൻ്റെ ഡ്രസ്സ് തന്നെ തയ്ക്കാനുള്ളതുണ്ടാവും, അതൊക്കെ തയ്ക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവളെ കൂട്ടിയിട്ട് വരട്ടെ. 3 മണിയാകുമ്പോൾ അവളെ കൂട്ടാൻ പോകേണ്ടത്. പിന്നെ ഇതാ ഞാൻ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അവിടെ അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ കേക്ക് വേഗം ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി നോക്കുക. അവിടെ ഉമ്മ അതാ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, നെയ്ച്ചോറ് റെഡിയാക്കുന്നുണ്ട്, മസാല ആയിട്ടുണ്ട്, പായസം ഒക്കെ റെഡിയാന്നേ. അപ്പം അഞ്ചിയത പായസം വിളമ്പി തന്നിട്ടുണ്ടേ. പിന്നെ മക്കൾക്കുള്ളത് അവൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന ശേഷം കേട്ടോ അവൾ പറയുന്നത് കപ്പ് കേക്കും കൂടി വേണമെന്ന്. പിന്നെ കപ്സ് ഉണ്ടായിരുന്നു, ഞാനത് വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റിനോട് ക്രീം ബീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവൾ ബീറ്റ് ചെയ്യുന്നുണ്ടേ. അപ്പം ബേക്ക് ചെയ്യാണ്ട് ടൈമൊന്നുമില്ല, ബേക്ക് ചെയ്യാണ്ട് ഒരു തട്ടിക്കൂട്ട് കപ്പ് കേക്കാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താ ഞാൻ നല്ല കുരുത്തക്കെട്ടില്ലാന്ന്, ബലൂൺസ് എല്ലാം കണ്ട ഒരു ആവേശത്തിലാണെന്നുള്ളത് കേട്ടോ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ചെറിയൊരു ബാനറും അവിടെ സെറ്റാക്കുന്നുണ്ടേ. അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ നമ്മൾ മാത്രമുള്ള ചെറിയ പരിപാടി. പിന്നെ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4-5 പേര് വരും. അപ്പം അങ്ങനെയുള്ള ചെറിയൊരു പരിപാടിയാണേ. അപ്പം ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ പിള്ളേർക്കെല്ലാം നല്ലൊരു ഹാപ്പി ആയിരിക്കും. അവർക്കിങ്ങനെ ഒന്നിച്ച് കൂടാൻ കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ ഒരു പരമാവധി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മ അത് ദമ്മിടുന്നുണ്ട് ബിരിയാണിക്ക്. പിന്നെ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സമയം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവരൊരു 9 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് സിറ്റ് ഔട്ടിൽ നിന്ന് അങ്ങനെ സൊറ പറഞ്ഞ് ഇരിക്കല. അപ്പോൾ അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ വിളിച്ച് നോക്കുമ്പോൾ അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഗ്രേപ്പ് ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ അവരോട് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 kg വെയിറ്റ് വരുന്ന സ്ട്രോബെറി കേക്കാണ് ചെയ്തിട്ടുണ്ട്, ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബോക്സ് ബോളും ഫോണ്ടൻറ്റ് സ്റ്റാർസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്കി മൗസിൻ്റെ ആ ഒരു പ്രിൻറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ക്യുക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ള നമ്മളെ 6 കപ്പ് കേക്കും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നേ. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് അവർക്കെല്ലാം കൊടുക്കലാന്നേ. അത് തട്ടിക്കൂട്ടി റെഡിയാക്കിയതാണെങ്കിലും കുട്ടികൾക്കെല്ലാം കപ്പ് കേക്കാണ് കേട്ടോ വേണ്ടത്. അവരെല്ലാം ഓരോന്നായിട്ട് കൈമലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ ടോൾ കേക്ക് വാങ്ങാൻ മടിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് നല്ല ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ വലിയ പീസ് തന്നെ ഒരാൾക്ക് പോകുന്നുള്ള പേടിച്ചിട്ടാണ്. പക്ഷെ അത് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ലെയർ കാണൂല, ആ ലെയറിൽ നിന്ന് പീസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ പീസാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ടോൾ കേക്ക് വാങ്ങാൻ മടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണേ. എന്നോട് തന്നെ കുറേ പേര് ചോദിക്കലുണ്ട്, അത് ടോൾ കേക്ക് ആകുമ്പോൾ ഇങ്ങനെ ഹൈറ്റിൽ ഉള്ളതാകുമ്പോൾ വലിയ പീസായിട്ട് ഇങ്ങനെ പോകില്ലേ കട്ട് ചെയ്യുമ്പം എന്ന് പറഞ്ഞിട്ട് സാധാ പരത്തി ചെയ്യാൻ പറയലുണ്ട്. കുറച്ച് വലിയ പാർട്ടിയെല്ലാം ആക്കുന്നവർ. ഇപ്പം ഞാൻ കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത്. കുറച്ച് ഡ്രസ്സും പിന്നെ ഷൂസ്, ഫ്രെയിം അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ തമ്മ ഫുഡൊക്കെ വിളമ്പുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക്